welcome back to my channel. Let's സുഖായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം സീരീസിന്റെ 3rd എപ്പിസോഡാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഒത്തിരിയും പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മേക്കപ്പ് ബേസ് എങ്ങനെ നമുക്ക് ക്രാക്ക് ആവാതെ സൂക്ഷിക്കാം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്ത ഒരു പ്രോഡക്ട്സും സ്പോൺസേർഡ് പ്രോഡക്ട്സ് അല്ല, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ പ്രോഡക്ട്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട്, ഏത് സ്കിൻ ടൈപ്പ് ആണെന്നുള്ള കാര്യം നോക്കിയിട്ട്. ഇപ്പോൾ എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്, അത് കാരണമാണ് ഞാൻ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുള്ളൂ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തായാലും ഇനി നമുക്ക് അധികം സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. നല്ലൊരു മേക്കപ്പ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫേസ് ചെറുതായിട്ടൊന്ന് പഫിയൊക്കെ ആയിട്ടിരിക്കില്ല, ഒരു ചെറിയൊരു പഫിനെസ് കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ഐസ് ക്യൂബോ അല്ലെങ്കിൽ 2 ഐസ് ക്യൂബ് എന്തെങ്കിലും നന്നായിട്ടൊന്ന് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിൻ്റെ പോർഷനിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഐസ് ക്യൂബ്സ് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കുക, അല്ലെങ്കിൽ ഒരു ടവൽ ഡ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയാണ് നമ്മുടെ ബാക്കി റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുവാണ്. ഞാൻ എൻ്റെ സ്കിന്നിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഇത് ബെയർ സ്കിന്നായിട്ടിരിക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സീറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ദി ഓർഡിനറിയുടെ നയാസിനമൈഡ് സീറമാണ്. ഈ സീറം ഞാൻ എൻ്റെ സ്കിന്നിലേക്ക് നന്നായിട്ടൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സീറം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. സീറം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രിജീന ഹൈഡ്രോ ബൂസ്റ്റ് ജെൽ ക്രീമാണ്. മോയ്സ്ചറൈസർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണമാണ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തത്. ഇപ്പോൾ ഔട്ട്ഡോർ ഫംഗ്ഷൻസിനൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇൻഡോർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് എൽഫിൻ്റെ പോർലെസ് പുറ്റി പ്രൈമറാണ്. ഞാൻ കൂടുതലും ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ നോസ് ഏരിയയിലും എൻ്റെ ചീക്സിൻ്റെ ഈ സൈഡിലും പിന്നീട് എൻ്റെ ഫോർഹെഡ് പോർഷനിലും. ഇവിടേക്കാണ് കൂടുതലും നമ്മുടെ മേക്കപ്പ് ക്രാക്ക് ആവാനുള്ള ചാൻസസ്. ഇപ്പോൾ ജനറലി ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈറ്റായിട്ട് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് അധികം ക്വാണ്ടിറ്റി ഞാൻ ഈ പോർഷനിലൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു മേക്കപ്പ് ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നില്ല. ജനറലി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും കൺസീലേഴ്സ് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഇതുപോലൊരു മേക്കപ്പ് ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കൂടുതലും മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മാക്കിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, മേബിലിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ്. ഇത് കളർ ബാറിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ചാണ്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ് സ്പഞ്ചാണ്. അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയും കൂടിയാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രാവശ്യം ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് യൂസ് ചെയ്തതിന് ശേഷം അത് ഏത് ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് ആയിക്കോട്ടെ, ബ്രഷ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോൾ തന്നെ വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാനിത് ഒത്തിരിയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ആദ്യം ഒരു റൗണ്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് എവിടെയെങ്കിലും സ്പോട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം ഒന്ന് സ്പോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതല്ല, കൺസീലർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ പ്രാവശ്യം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം കൺസീൽ ചെയ്ത് കൊടുക്കുക. എവിടെയാണോ കൺസീൽ ചെയ്യേണ്ടത്, ഇപ്പോൾ അണ്ടർ ഐ ഏരിയയിൽ കൺസീൽ ചെയ്യണം, അതല്ല ഡോട്ട്സ് എല്ലാം നമ്മുടെ ഫേസിലുള്ള ആക്നി മാർക്സ് എല്ലാം കൺസീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൺസീൽ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാനിപ്പോൾ കൺസീലർ യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ എവിടെയെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇതിൽ നിന്ന് അല്പം കൂടി എടുക്കും.
എന്നിട്ട് ആ ഏരിയാസിൽ മാത്രം, ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ കണ്ടില്ലേ, ഈ ഏരിയാസിൽ മാത്രം ഞാൻ ഒരു അല്പം ഡോട്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഫിംഗർ ടിപ്പ് കൊണ്ട് ഞാൻ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത്, നന്നായിട്ട് സ്വെറ്റൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ഇങ്ങനെ ലൈൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഇപ്പം ബേസ്, അതായത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണം. ലൂസ് സെറ്റിംഗ് പൗഡർ ഓർ കോമ്പാക്ട് പൗഡർ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരല്പം എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, അതല്ല ഇതിൽ തന്നെ ഒരു സ്പഞ്ച് വരുന്നുണ്ട്, അതും യൂസ് ചെയ്യാം. അപ്പോൾ അല്പം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എക്സസ് പൗഡർ ഉണ്ടെങ്കിൽ അത് പോവും. എന്നിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ നോസിൻ്റെ ഏരിയയിലും ഫോർഹെഡ് പോർഷൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ കോമ്പാക്ട് പൗഡറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെ കാണുമ്പോൾ കംപ്ലീറ്റ് മേക്കപ്പ്, ഭയങ്കര മേക്കപ്പ് ചെയ്ത പോലെ ചിലപ്പോൾ തോന്നും. പക്ഷെ അതെല്ലാം മാറാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഐബ്രോസ് ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോഴും കണ്ണ് എഴുതി കഴിയുമ്പോഴും നല്ലൊരു ലിപ് ഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞ് ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ വേഗം കണ്ണൊക്കെ എഴുതി റെഡി ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് എൻ്റെ കണ്ണ് ഞാൻ എഴുതി. ലൈറ്റായിട്ട് ഒരു ടെയിലും കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാജൽ മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഐലൈനർ ഇട്ടിട്ടില്ല. പിന്നീട് എൻ്റെ ഐബ്രോസ് ഞാൻ ഡിഫൈൻ ചെയ്തു. പിന്നീട് ഒരു പൊട്ട്, ഞാൻ ഇവിടെ പൊട്ട് എനിക്ക് മേടിക്കാനൊന്നും പറ്റില്ല, അപ്പോൾ അത് കാരണം ഞാൻ ഐലൈനർ യൂസ് ചെയ്തിട്ടാണ് ഒരു ബിന്ദി വെച്ചത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു, ലൈറ്റായിട്ട് ഒരു ബ്ലഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ എൻ്റെ നോസിൻ്റെ ഏരിയയിലും കൂടെ ചേർത്താണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മുടെ ഓവറോൾ നമ്മുടെ മേക്കപ്പ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യും. പിന്നീട് എൻ്റെ ബേസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്, കാരണം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ബേസ് യൂഷ്വലി ചെയ്യാറ്. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിലും, ഫെസ്റ്റീവ് സീസൺ, ഇപ്പോൾ ഓണം സീസൺ ഒക്കെ ആണെങ്കിലും ഈ ഒരു റൂട്ടീനാണ് ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ സമയത്ത് എന്നെയും കൂടി ടാഗ് ചെയ്യുക. ഇപ്പോൾ സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും എന്നെയും കൂടി ടാഗ് ചെയ്യുക. ആ പോസ്റ്റ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.